ഹായ് ഹോൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു നീഡിൽ വേവ് ഡിസൈൻസ്. ഇന്നൊരു ഹെൽറ്റർ നെക്ക് വെച്ചിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടുള്ള വീഡിയോ ആണ്. ആദ്യം നമുക്ക് ക്ലോത്ത് ഇതുപോലെ മടക്കിയത് ബാക്ക് പാർട്ട് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ബാക്ക് പാർട്ടാണ് ഞാൻ രണ്ട് വശമുള്ള ഭാഗമുള്ളത്, പിന്നെ മടക്ക് വശമുള്ളത് ഫ്രണ്ട് പാർട്ട് ആക്കിയാണ്. ഇതേപോലെ 4 ഇഞ്ച് വ്യത്യാസത്തിൽ ഇതുപോലെ വെക്കുക. ഇതിന് ലെങ്ത്ത് വരുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ ടോട്ടൽ ഞാൻ 11 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി ഷോൾഡർ വരുന്നത് 4.5 ഇഞ്ചാണ്. ടോട്ടൽ ലെങ്ത്ത് 9 അപ്പോൾ അതിൻ്റെ പകുതി 4.5 എടുത്തു. ആം ഹോളും അതേപോലെ 4.5 എടുത്തു. ഇനി അതിൻ്റെ ചെസ്റ്റ് പാർട്ടാണ്. ചെസ്റ്റ് പാർട്ടിന് 6 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിൽ കൂടെ തയ്യൽ തുമ്പ് ഒരു ഇഞ്ചും കൂടി എടുത്തിട്ട് 7 ഇഞ്ച്. അതേപോലെ തന്നെ അതിൻ്റെ അടിഭാഗത്ത്, അതായത് ഷേപ്പിൻ്റെ ഭാഗത്ത് 5 ഇഞ്ചും തയ്യൽ തുമ്പടക്കം 6 ഇഞ്ചും കൂടിയാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ക്രോപ്പ് ടോപ്പിൽ നെക്കാണല്ലോ ഹൈലൈറ്റ്, ഹെൽറ്റർ നെക്കാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാനിവിടെ 1.5 ഇഞ്ച് വീതി മാർക്ക് ചെയ്തു. അതേപോലെ 1 ഇഞ്ച് ലെങ്ത്തും ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനൊരു റൗണ്ട് ഷേപ്പ് വരച്ചെടുത്തു. ബോക്സ് ആക്കി വരച്ചിട്ട് റൗണ്ട് ഷേപ്പ് വരച്ചെടുത്തു. അതിന് ശേഷം നമ്മൾ വീതി ഇതേപോലെ ഓരോ 1/2 ഇഞ്ച് കൂട്ടിയിട്ട്, ഇപ്പോൾ 1.5 ഉള്ളത് 2, 2.5, 3, 3.5 ആ ഒരു രൂപത്തിൽ ഇതേപോലെ നമ്മൾ ഷോൾഡർ വരെ, അത് ചെസ്റ്റിൻ്റെ ആ ഭാഗം വരെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓരോ പോയിൻ്റ് കൂട്ടിയെടുത്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് ആ മാർക്കുകളെല്ലാം തമ്മിൽ ഇതേപോലെ യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ നമ്മൾ ആ ഭാഗത്തൂടെ കട്ട് ചെയ്തിട്ട് മാറ്റുക. ഇതൊരു 4 വയസ്സായിട്ടുള്ളൊരു ബേബിക്ക് ചെയ്ത ഡ്രസ്സാണ്. ഇനിയിപ്പോൾ ലൈനിങ് പാർട്ടിലാണ് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയത്. ഇനി അത് മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് അതേ അളവിൽ തന്നെ ആ മെയിൻ ക്ലോത്ത് നമ്മൾ അതുപോലെ കട്ട് ചെയ്തെടുക്കുക. അത് ഫസ്റ്റായിട്ട് പഠിക്കുന്നവർക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് ഇതേപോലെ നമുക്ക് എത്രയാണോ ലെങ്ത്തും വിടുത്തും വേണ്ടത് ആ ഒരു പീസ് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ പിന്നെ മാർക്ക് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ ഉണ്ടാവും. ഇതേപോലെ കട്ട് ചെയ്ത് ഫ്രണ്ട് പീസ് ഇങ്ങനെയും ലൈനിങ്ങും അതിൻ്റെ മെയിൻ ക്ലോത്തും, ബാക്ക് പീസ് ഇതേപോലെ 2 പീസായിരിക്കും. നമുക്ക് അവിടെ കൊളുത്ത് വെച്ചെടുക്കാനുള്ള ഭാഗം ഇതായതുകൊണ്ടാണ് ബാക്ക് പീസ് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ ഫ്രണ്ട് പീസിനെ ലൈനിങ് വെച്ചിട്ട് ഇതേപോലെ 2 ഷോൾഡറിൻ്റെ ഭാഗം, അതായത് സ്ലീവിൻ്റെ വെക്കുന്ന ഭാഗം മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് തുണിയെ മറിച്ചിട്ടിട്ട് ക്ലിയർ ആക്കുക. അതേപോലെ തന്നെ ബാക്ക് പീസിൻ്റെ സ്ലീവിൻ്റെ ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. സ്റ്റിച്ച് ചെയ്ത് കാണാണ്ട് നമ്മൾ പതിച്ചടിയും കൂടി മറിച്ചിട്ട് പതിച്ചും കടിക്കണ്ടോ. ഇനി അതിൻ്റെ ഹുക്ക് വെക്കാനുള്ള ഭാഗമാണ്. നമ്മൾ കൊളുത്ത് വെക്കുന്ന ഭാഗം നല്ല വശത്ത് നിന്ന് ചീത്ത വശത്തേക്കും, നമ്മൾ കൊളുത്തിടുന്ന ഭാഗം ചീത്ത വശത്ത് നിന്ന് നല്ല വശത്തേക്കായിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം ഇതേപോലെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇതേപോലെ ഒന്നിച്ച് വെച്ചിട്ട് എത്രയാണോ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ആ ഒരു മാർക്കിങ് അവിടെ നടത്തുക. എനിക്കിതിൻ്റെ ചെസ്റ്റ് പാർട്ട് 21, പിന്നെ ഷേപ്പിൻ്റെ ഭാഗത്ത് 19 വന്നിട്ടുള്ളത്. പിന്നെ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ഇത്തിരി എയർ ഇട്ടിട്ട് കട്ട് ചെയ്യും. അഥവാ എവിടെയെങ്കിലും നമുക്ക് കുറച്ച് കുറവോ കൂടുതലോ വരികയാണെന്ന് വെച്ചെങ്കിൽ പിന്നെ മിസ്റ്റേക്ക് വരണ്ടല്ലോ. അപ്പോൾ ബാക്കിയുള്ള എക്സ്ട്രാ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഷേപ്പും നമ്മൾ 2 സൈഡും അടിച്ച് ഇതേപോലെ അടിയും മടക്കി അടിച്ചതിന് ശേഷം ഇനി നമുക്കിതിൻ്റെ വെക്കാനുള്ളത് നെക്കാണ്. നെക്കല്ല. ഇനി നമുക്കതിൻ്റെ കോളർ അറ്റാച്ച് ചെയ്യാം. അതിൻ്റെ കോളറിൻ്റെ അളവ് എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ കുട്ടീൻ്റെ നെക്കിന് നമ്മൾ ചുറ്റുഭാഗം പിടിച്ചിട്ട് എത്രയാണോ ലെങ്ത്ത് വരുന്നത് ആ ഒരു ലെങ്ത്താണ് ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളത്. 10 ഇഞ്ച് ലെങ്ത്താണ് അപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് 11 ഇഞ്ച് ലെങ്ത്തും അതേപോലെ 3 ഇഞ്ച് വിടുത്തും, അതായത് 1 ഇഞ്ചാണ് നമുക്ക് കോളറിൻ്റെ വീതി വേണ്ടത്. അപ്പോൾ 3 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 3 ഇഞ്ച് വീതിയുള്ളൊരു പീസ് കട്ട് ചെയ്തിട്ട് എടുത്തു. എന്നിട്ട് ആ പീസിനെ ഞാൻ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തു. എന്നിട്ട് ഇതേപോലെ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്ററിൽ, അത് നെക്കിൻ്റെ സെൻറ്റർ പാർട്ടിലൊരു കട്ടിങ് കൊടുത്തു. കോളറിൻ്റെ സെൻറ്റർ പാർട്ടിലൊരു കട്ടിങ് കൊടുത്തു. എന്നിട്ട് രണ്ടും ഒരേപോലെ വരുന്ന വശത്തിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ്. അതേപോലെ ബാക്ക് പാർട്ടും അതിൻ്റെ കൂടെ വെക്കേണ്ട. അതിൻ്റെ വീഡിയോ ഇതിൽ സേവ് ആയിട്ടില്ല. അപ്പോൾ ബാക്ക് പാർട്ടും 2 വശം ഇതേപോലെ തലക്കന്ന് വെച്ചിട്ട് ഇതേപോലെ ചീത്ത വശത്തു നിന്ന് നല്ല വശത്തേക്കാണ് ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് കോളറിൻ്റെ നല്ല വശം നമ്മളെ മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത വശം വെച്ചിട്ടാണ് ഇതേപോലെ ആദ്യം സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് കോളറിനെ ഡ്രസ്സിന് നല്ല വശത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.